പക്ഷേ പെട്ടെന്ന് ഒരു വിത്തിൻ 1-2 സെക്കൻഡ് എഞ്ചിൻ്റെ സൗണ്ട് മാറാൻ തുടങ്ങി. അപ്പോൾ സഡനായിട്ട് ഞങ്ങൾ എഞ്ചിൻ ടെസ്റ്റ് അബോട്ട് ചെയ്തു. അപ്പോൾ പാരലലിൽ തന്നെ നമ്മൾ വിക്രം 2 ലോഞ്ച് വെഹിക്കിളിലും ഫോക്കസ് ചെയ്യുന്നുണ്ട്. സൂൺ കമ്പനി വിൽ ഡിക്ലെയർ മോർ അബൌട്ട് ആഫ്റ്റർ ദാറ്റ് പ്രൊജക്ട്സ്. സ്പേസ് എക്സിനെ കോമ്പീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള റാപ്റ്റർ പോലുള്ള ഒരു എൻജിൻ, അതിനേക്കാളും മികച്ചതായ ഒരു എൻജിൻ ഇന്ത്യയിൽ തന്നെ ഡെവലപ്പ് ചെയ്ത് ഇന്ത്യൻ ലോഞ്ച് വെഹിക്കിളിൽ യൂസ് ചെയ്ത് നമ്മളുടെ ഇന്ത്യയുടെ യശസ് ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. സ്വന്തമായി സ്വകാര്യ റോക്കറ്റ് വിക്ഷേപിക്കുന്ന ലോകത്തെ 3ാമത്തെ രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുകയാണ്. ഈ ചരിത്രപരമായ ദൗത്യത്തിന് മുന്നിൽ പ്രവർത്തിച്ചത് 14 മലയാളികളായ എഞ്ചിനീയർമാരാണ്. ഇവരിൽ ഒരാൾ കോഴിക്കോട് നടുവണ്ണൂർ സ്വദേശിയായ അജിൻ ഘോഷാണ്. അദ്ദേഹമാണ് നമുക്കിപ്പം ഇന്നുള്ളത്. നമസ്കാരം. നമസ്കാരം. ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 വിജയകരമായി വിക്ഷേപിച്ചിരിക്കുന്നു. എന്തായിരുന്നു ആ സമയത്തുള്ള ഒരു അനുഭവം? ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ഈ ഞങ്ങളുടെ ലോഞ്ച് തുടങ്ങുന്നതിന് ഒരു 30 മിനിറ്റ് മുമ്പ് തന്നെ ഞങ്ങളുടെ ഹൃദയമിടിപ്പൊക്കെ കൂടിയിരുന്നു. എന്താണ്, ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്കാണ് അതിൻ്റെ റിയലൈസേഷൻ ആൻഡ് ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി. അതൊരു ഞങ്ങൾക്ക് വളരെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കി. ഓരോ നിമിഷവും ഓരോ കൗണ്ട് ഡൗൺ 0ലേക്ക് പോകുമ്പോഴും ഞങ്ങളുടെ ഹൃദയമിടിപ്പ് കൂടി വന്നു. ഇതിൽ കൗണ്ട് ഡൗൺ 0 സ്റ്റാർട്ട് ചെയ്യുമ്പം അത് കൂടുതൽ ഞങ്ങളെ ഈ സ്ക്രീനിലേക്ക്, ഞങ്ങളുടെ ലോഞ്ച് വിൻഡോ ഞങ്ങൾ ഒബ്സർവ് ചെയ്യായിരുന്നു. എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്യുന്നത് എല്ലാം നോക്കി അതിൻ്റെ ഞങ്ങൾ വിൻഡോ കണ്ടിന്യൂസ് ആയിട്ട് ഒബ്സർവ് ചെയ്യായിരുന്നു. ഞങ്ങളുടെ റോക്കറ്റിൻ്റെ പെർഫോമൻസ് എങ്ങനെ വ്യതിചലിക്കുന്നു. അങ്ങനെ ഓരോ സ്റ്റേജും ഞങ്ങളുടെ ടോട്ടൽ 4 സ്റ്റേജാണുള്ളത്. ഫസ്റ്റ് 3 സ്റ്റേജ് സോളിഡ് റോക്കറ്റ് മോട്ടോഴ്സാണ്. അതിൽ കലാം 1200, കലാം 250, കലാം 100 ഇത് 3ആണ് ഞങ്ങളുടെ സോളിഡ് റോക്കറ്റ് മോട്ടോഴ്സ്. പിന്നെ ഉണ്ടായിരുന്നത് 4th സ്റ്റേജ് ഓർബിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് മൊഡ്യൂൾ ലിക്വിഡ് സ്റ്റേജ്. പിന്നെ ഇത് കൂടാതെ 2nd and 3rd സ്റ്റേജിനെ റോൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു RCS റോൾ കൺട്രോൾ സിസ്റ്റം, ഒരു ലിക്വിഡ് സ്റ്റേജും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ മെയിനായിട്ട് പ്രവർത്തിച്ചിരുന്നത് ഈ ലിക്വിഡ് സ്റ്റേജ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അതിലൊരു പ്രൊപ്പൽഷൻ എഞ്ചിനീയറാണ് ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ലിക്വിഡ് സ്റ്റേജ് എൻജിൻ ടീമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരുന്നു. അവരുടെ അനാലിസിസുകൾ, കമ്പ്യൂട്ടേഷൻ ഓഫ് ഫ്ലൂയിഡ് ഡൈനാമിക്സ് സെഷൻ, അത് എങ്ങനെ എൻജിൻ പെർഫോം ചെയ്യുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യുക, അതിന് വിവിധതരം ടൂളുകൾ യൂസ് ചെയ്യുക, സ്വന്തമായി മാത്തമാറ്റിക്കൽ മോഡൽ ഉണ്ടാക്കി പ്രെഡിക്റ്റ് ചെയ്യുക പെർഫോമൻസ്, ഇതൊക്കെയായിരുന്നു എൻ്റെ ദൗത്യം. അതിൽ പിന്നീടായി ഞങ്ങളുടെ ഓരോ എൻജിൻ ടെസ്റ്റ് കഴിയുമ്പോഴും എൻ്റെ ഇൻവോൾവ്മെൻറ്റ് കൂടി. ഞാൻ ഒരു എൻജിൻ ഡിസൈനിൽ തന്നെ ഇൻവോൾവായി. അതാണ് ഞാൻ പറഞ്ഞ 2nd and 3rd സ്റ്റേജിനിടയിലുള്ള റോൾ കൺട്രോൾ സിസ്റ്റം. അപ്പം എൻ്റെ കൂടെ ഒരു കോൺട്രിബ്യൂഷൻ, ഒരു എൻജിൻ, ഒരു പ്രൊപ്പൽഷൻ സിസ്റ്റം ഇതിൽ പോകുന്നത് കാരണം അതിൻ്റെ പെർഫോമൻസ് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു, എൻജിൻ്റെ വെഹിക്കിളിൻ്റെ ഡാറ്റകൾ ഓരോന്നും നമ്മൾ ഓരോരുത്തരായി നോക്കി കാണുമ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം നമ്മുടെ കൂടെ ഒരു കോൺട്രിബ്യൂഷൻ, അത് സ്പേസിലേക്ക് പോകാൻ വേണ്ടി അതിനെ ഊർജ്ജം കൊടുക്കുന്നു, ആ ഒരു വെഹിക്കിളിന് ഊർജ്ജം കൊടുക്കുന്നു എന്നറിയുമ്പോൾ അത് നമുക്കൊരു അറിയിക്കാൻ പറ്റാത്ത അത്രത്തോളം സന്തോഷമാണ് നൽകുന്നത്. അതിൻ്റെ കൂടെ ആങ്സൈറ്റിയും, എന്തായിരിക്കും അടുത്ത നിമിഷം സംഭവിക്കാൻ പോകുന്നത്. കാരണം ഈ റോക്കറ്റ് പ്രൊപ്പൽഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഇറ്റ്സ് നോട്ട് എ റോക്കറ്റ് സയൻസ്. നമ്മൾ സിമ്പിൾ കാര്യങ്ങൾ പറയുമ്പം അതിന് ഒരു സാധാരണവൽക്കരിക്കാൻ പറയുന്നൊരു വേർഡാണ് ഇറ്റ്സ് നോട്ട് എ റോക്കറ്റ് സയൻസ്. ബട്ട് ഞങ്ങളവിടെ ഫേസ് ചെയ്യുന്നത് ഇറ്റ്സ് എ റോക്കറ്റ് സയൻസ്. വളരെ കോംപ്ലിക്കേറ്റഡായ ഡിഫറെൻറ്റ് സിസ്റ്റങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചാലേ ഈ റോക്കറ്റ് ഒരു സക്സസ്സിലേക്ക് പോകും. അപ്പോൾ വിക്രം 1ൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ടൈം സക്സസ് ആണ്. ഫസ്റ്റ് ടൈം നമ്മുടെ എല്ലാം അച്ചീവ് ചെയ്തു. നമ്മളുടെ ഓർബിറ്റിൽ നമ്മൾ എത്തിച്ചു, സാറ്റലൈറ്റ് ഡിപ്ലോയ് ചെയ്തു. അപ്പോൾ ഇതൊരു ഹ്യൂജ് സക്സസ് ആയിട്ടാണ് സ്കൈ റൂട്ടും ഞങ്ങൾ കാണുന്നത്. ഇന്ത്യയുടെ തന്നെ ഒരു സക്സസ്സായി മാറിയിരിക്കുകയാണ്. പ്രൈവറ്റ് കമ്പനി ഫസ്റ്റ് ടൈം
റൈറ്റ്. ഈവൻ ഞങ്ങൾ ടെസ്റ്റ് ചെയ്യുമ്പോഴും ഓരോ എൻജിനിൽ പ്രവർത്തിക്കുമ്പോഴും അതിൻ്റെ ഈ ഫ്ലൈറ്റിന് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷന് വേണ്ടി എൻജിനുകൾ നമ്മൾ ഒരുപാട് ടെസ്റ്റ് ചെയ്യും. അത് ഈ എൻജിൻ ഫ്ലൈറ്റിൽ കണ്ട നെഞ്ചിടിപ്പ് ഇതിന് വർഷങ്ങൾക്ക് മുമ്പേ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഓരോ എൻജിൻ ടെസ്റ്റ് ചെയ്യുമ്പോഴും അതിനുവേണ്ടി ഒരുപാട് ഇൻസ്ട്രുമെൻറ്റും ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളും ഒരുപാട് പേരുടെ സപ്പോർട്ടും ഉണ്ട്. ടെസ്റ്റ് ടീം, പിന്നെ ഏവിയോണിക്സ് ടീം, ഇങ്ങനെ ഒരുപാട് ടീമുകൾ ഒന്നിച്ചാണ് ഒരു എൻജിൻ ടെസ്റ്റ് തന്നെ നടത്തുന്നത്. വെഹിക്കിൾ പോലെ തന്നെ എൻജിൻ ടെസ്റ്റുകൾ. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആദ്യമേ ഉണ്ടായിരുന്നു ഈ ഒരു ആങ്സൈറ്റിയും കാര്യങ്ങളൊക്കെ. കാരണം ഒരു എൻജിൻ ലോസ് ചെയ്യുന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങളാണ്. അതിന് വെച്ച് ഇൻസ്ട്രുമെൻറ്റും ഒരുപാട് എമൗണ്ട് ഓഫ് മണി നമുക്ക് ഇതിൽ ലോസ് ചെയ്യും. അപ്പം ഓരോ കാര്യങ്ങളും അത് അത്ര കൃത്യതയോടെയാണ് നമ്മൾ എൻജിനീയേഴ്സ് ചെയ്തിരുന്നത്. നമ്മൾ സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച് ആയിരുന്നു. നമുക്ക് പല കാര്യങ്ങളും ഇൻഫർമേഷൻ പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്, അവർ യൂസ് ചെയ്യുന്നത്. പിന്നെ പബ്ലിക് ലിറ്ററേച്ചേഴ്സ് കാര്യങ്ങളും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഡിസൈൻ കാര്യങ്ങളും ഡെവലപ്പ് ചെയ്ത് ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുത്ത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അങ്ങനെ തന്നെയായിരുന്നു പ്രവർത്തിച്ചിരുന്നത് സ്കൈറൂട്ടിൽ. അവരുടെ നല്ലൊരു കോർഡിനേഷനും ഹാർഡ് വർക്കിംഗ് പീപ്പിൾ ആൻഡ് സോ എനർജറ്റിക് യങ് പീപ്പിൾ വർക്ക് ബിഹൈൻഡ് ദിസ് പ്രൊജക്റ്റ്. ഈ ദൗത്യത്തിന് പിന്നിൽ 14 മലയാളികൾ ഉണ്ടായിരുന്നു. താങ്കൾ മലയാളിയാണ്. അപ്പോൾ ഈ മലയാളികളോടൊപ്പം ഇത്രയും വലിയൊരു ചരിത്രപരമായ ഒരു ദൗത്യത്തിൽ പങ്കാളിയാകുമ്പോൾ എന്താണ് ആ കിട്ടുന്ന ഒരു വികാരം? ഞങ്ങളെല്ലാവരും എനിക്ക് തോന്നുന്നു ഇതേപോലെ ഒരു സ്പേസ് എന്തോസിയാസ്റ്റ് ആയിരുന്നു മിക്കവരും അവിടെ ജോയിൻ ചെയ്ത എല്ലാ മലയാളികളും. കമ്പനി സ്റ്റാർട്ടിങ്ങിൽ ഒരു സ്റ്റാർട്ടപ്പ് ആയിരുന്നെങ്കിലും അതിൽ നേരത്തെ ജോയിൻ ചെയ്ത മിക്ക മലയാളികളും ഈ ഒരു സ്പേസ് സെക്ടറിലേക്ക് വരണം, സ്പേസ് ഒരു റോക്കറ്റ് ബിൽഡ് ചെയ്യണം എന്ന ഒരു നിശ്ചയദാർഢ്യത്തോടെ വന്ന ആൾക്കാരായിരുന്നു. അവർക്ക് എല്ലാവർക്കും ഇപ്പം അനന്തകൃഷ്ണൻ സോളിഡ് റോക്കറ്റ് മോട്ടോഴ്സിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു മലയാളി വ്യക്തിയാണ്. അജിത് കുമാർ ലിക്വിഡ് സ്റ്റേജ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു മലയാളിയാണ്. പിന്നെ റംഷീജ് ക്വാളിറ്റി സൈഡ്, പിന്നെ വൈശാഖ് വി, അങ്ങനെ ഒരുപാട് മലയാളികളുണ്ട്. വിഷ്ണു ക്വാളിറ്റി സൈഡ്, ഡോക്ടർ ബിനറ്റ് മോനച്ചൻ ഫ്ലൂയിഡ് കമ്പോണൻറ്റ് ലിക്വിഡ് പ്രൊപ്പൽഷൻ തന്നെ എൻ്റെ കൂടെ തന്നെ പ്രവർത്തിച്ചിരുന്ന ബിനറ്റ് മോനച്ചൻ. ഞങ്ങളുടെ ടീമിൽ തന്നെ ലിക്വിഡ് പ്രൊപ്പൽഷനിൽ തന്നെ മലയാളികൾ 3-4 പേര് ഉണ്ടായിരുന്നു. 4 പേരോളം ഞങ്ങൾ മലയാളികൾ തന്നെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്കൊരു കൂട്ടും അതൊരു സ്ട്രെങ്ത്തും ആയിരുന്നു. ഞങ്ങൾ സ്കൈറൂട്ടിൽ വരുമ്പോഴാണ് പരിചയപ്പെടുന്നതും കൂടുതൽ ടെക്നിക്കലി ഇൻവോൾവ് ചെയ്ത് കൂടെ നിന്ന് വർക്ക് ചെയ്യുന്നതും എല്ലാം ഞങ്ങൾക്കൊരു സ്ട്രെങ്ത്ത് കൂട്ടി ഈ ഒരു വിജയത്തിന് പിന്നിലേക്ക്. ഈ ഒരു ദൗത്യം ഇന്ത്യൻ ബഹിരാകാശ മേഖലയിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? അങ്ങനെ വിലയിരുത്തുന്നുണ്ടോ എന്തൊക്കെ മാറ്റങ്ങൾ? തീർച്ചയായും ഇത് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പോവുകയാണ്. ഞങ്ങളുടെ സ്കൈറൂട്ടിൻ്റെ മോട്ടോ തന്നെ ഓപ്പൺ സ്പേസ് ഫോർ ഓൾ, അതായത് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരുടെ സാറ്റലൈറ്റുകൾ ലോഞ്ച് ചെയ്ത് നമ്മളുടെ ലോ എർത്ത് ഓർബിറ്റുകളിൽ ഡെമോൺസ്ട്രേഷൻ ആൻഡ് റിസർച്ചുകൾ, മൈക്രോഗ്രാവിറ്റി റിസർച്ചുകൾ, ഈവൻ സാറ്റലൈറ്റ് ഇമേജിങ് ആൻഡ് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സാറ്റലൈറ്റുകൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ബൂസ്റ്റ് ചെയ്യുകയാണ്. ആക്ച്വലി ഒരുപാട് സാറ്റലൈറ്റുകൾ വരുമ്പോൾ അത് നമ്മളുടെ സ്പേസ് എക്കോസിസ്റ്റം തന്നെ അത് ടോട്ടലി ചേഞ്ച് ആവുകയും. വിക്രം 1 വിക്ഷേപണ സമയത്തെ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്തായിരുന്നു ആ ഒരു സമയത്ത്? വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ടൈം സക്സസ് ആവുക എന്ന് തന്നെ ഉള്ളതായിരുന്നു. കാരണം ഈ ഡിഫറെൻറ്റ് സിസ്റ്റം ആൻഡ് സബ് സിസ്റ്റം നീഡ് ടു വർക്ക് ഇൻ സൈമിൾട്ടേനിയസ്ലി ഇൻ പെർഫെക്റ്റ് വേ. അങ്ങനെ ഒരു സംഭവങ്ങൾ അച്ചീവ് ചെയ്ത് വരിക, ഈവൻ മൈനർ മിസ്റ്റേക്ക് അത് നമ്മുടെ ഒരു ഫെയിലിയറിലേക്കാണ് ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ഫെയിലിയർ നമ്മൾ ഫേസ് ചെയ്യാതെ അത് ഫുൾ സക്സസ് എന്ന രീതിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞത് അത് സ്കൈറൂട്ടിലുള്ള എംപ്ലോയീസിൻ്റെ, നമ്മുടെ യങ് ബ്രില്യൻ മൈൻഡ്സ് ബിഹൈൻഡ് ഇറ്റ്, അവരുടെ ഒരു കഴിവ് തന്നെയായിട്ട് ഞാൻ കാണുന്നത്. അപ്പം എല്ലാവർക്കും
കൂടുതൽ ഫെയിലിയർ വിൽ ലീഡ് ടു സക്സസ്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഫെയിലിയർ ഞങ്ങൾ ടെസ്റ്റിംഗ് ടൈമിലൊക്കെ ഫേസ് ചെയ്തിരുന്നു. ബട്ട് നോട്ട് മേജർലി, മൈനർ ഫെയിലിയേഴ്സ് ആയിരുന്നു എല്ലാം ഓവർകം ചെയ്യാൻ പറ്റി. ഫാസ്റ്റായിട്ട് ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ ബിറ്റ് കോൺഫിഡൻസ്, മേ ബി വി ക്യാൻ കോൾ ഇറ്റ് ഓവർ കോൺഫിഡൻസ് എന്നോ. സ്കൈറൂട്ടിലുള്ള മിക്ക ആൾക്കാർക്കും അത് നല്ലൊരു ബൂസ്റ്റ് നൽകിയിരുന്നു ലോഞ്ച് സക്സസ് ആവുമെന്ന്. പക്ഷേ ഞങ്ങൾ ഫെയിലിയറിനെയും ഫേസ് ചെയ്യാൻ റെഡി ആയിട്ടായിരുന്നു. ഈവൻ നമ്മുടെ കമൻട്രി പറയുമ്പോൾ പറഞ്ഞിരുന്നു ലോഞ്ച് പാഡ് ക്ലിയർ ചെയ്യുക എന്ന ഫസ്റ്റ് ഒബ്ജക്റ്റീവായിരുന്നു ഞങ്ങളുടെ ഉള്ളത്. പിന്നെ സാറ്റലൈറ്റ് ഡിപ്ലോയ് ചെയ്യുക. യൂഷ്വലി എല്ലാവരും പറയുക റോക്കറ്റ് സക്സസ് ആവുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. ബട്ട് വി ആർ ഓൾസോ റെഡി ടു ഫേസ് എനിത്തിങ് എന്നൊരു സിറ്റുവേഷനായിരുന്നു. കാരണം നമ്മൾ ഫെയിലായാലും അത് സക്സസ്സിലേക്കുള്ള ഒരു ലേണിംഗ് ആയിട്ടാണ് ഞങ്ങൾ കണ്ടിരുന്നത്. അതുകൊണ്ട് എന്തിനും റെഡി ആയിട്ടായിരുന്നു ഞങ്ങൾ ആ ലോഞ്ചിൻ്റെ വിൻഡോ നോക്കി കണ്ടിരുന്നത്. ഞങ്ങളുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് 2018 പവൻ കുമാർ ചന്ദന ആൻഡ് ഭരത് ദാക്ക അവർ ഇസ്രോയിലെ ജോലി കളഞ്ഞിട്ടാണ് സ്കൈറൂട്ട് എന്നൊരു സ്ഥാപനം തുടങ്ങാൻ ഇറങ്ങി തിരിച്ചത്. അപ്പോൾ സ്പേസ് പോളിസി പോലും റീഫോം ആയിരുന്നില്ല. അവരുടെ ഗ്രേറ്റ് വിഷൻ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു ഫ്യൂച്ചർ സ്പേസ് സെക്ടറിൽ നമ്മുടെ ഇന്ത്യയെ മുന്നേറ്റം കൊണ്ടുപോകാനുള്ള അവരുടെ ഒരു വിഷൻ അതായിരുന്നു ഞങ്ങൾ ഓരോരുത്തരെയും ഈ ഒരു കമ്പനിയിലേക്ക് അട്രാക്റ്റ് ചെയ്തത്. അവർ 2018 കമ്പനി സ്റ്റാർട്ട് ചെയ്തു. പ്രിലിമിനറി സ്റ്റഡീസ് ആൻഡ് പ്രിലിമിനറി ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ജോയിൻ ചെയ്യുന്നത് 2021 കമ്പനി ഓൾറെഡി ചെറിയ ചെറിയ എൻജിൻസുകൾ ടെസ്റ്റ് ചെയ്ത് മുമ്പോട്ട് വന്നിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ജോയിൻ ചെയ്തിട്ട് മെയിനായിട്ട് രാമൻ എൻജിൻ അതിലെനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. പിന്നെ ധവാൻ എൻജിൻ, ധവാൻ 2ൻ്റെ ടെസ്റ്റ് ഫയറിൽ എനിക്കും പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അപ്പം അവരുടെ ആ വിഷൻ ഞാൻ അതിൽ കണ്ടു. അവരുടെ ഈ ഒരു ഫ്യൂച്ചർ ലോഞ്ച് വെഹിക്കിൾ അതൊരു വലിയൊരു വിജയത്തിലേക്ക് ഞങ്ങളുടെ ഓരോ ടെസ്റ്റിങ്ങും എൻജിൻ ഡെവലപ്മെൻറ്റും പോകുന്നത് കാണുമ്പോൾ തന്നെ ഇവരുടെ ഗൈഡൻസും നമ്മുടെ പവൻകുമാർ ആൻഡ് ഭരത് ദാക്കയുടെ ഗൈഡൻസും ഉണ്ടായിരുന്നു. ഓരോ കാര്യങ്ങളിലും ഓരോ അച്ചീവ്മെൻറ്റുകളിലും ഞങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ടായിരുന്നു. അങ്ങനെ ഒരു നല്ലൊരു കമ്പനിയിൽ പ്രവർത്തിക്കാൻ പറ്റിയതിൻ്റെ വളരെയധികം സന്തോഷമുണ്ട് എനിക്ക്. താങ്ക്സ് ടു പവൻ ആൻഡ് ഭരത് ഫോർ ഗിവിങ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. പിന്നെ എന്നെ മെൻറ്ററിങ് ചെയ്ത ജ്ഞാനകാന്തി സാറും എൻ്റെ ഓരോ ചുവടുവെപ്പിലും സ്പേസ് സെക്ടറിൽ എന്നെ പ്രൊപ്പൽഷൻ എഞ്ചിനീയർ ഒരു നല്ല പ്രൊപ്പൽഷൻ എഞ്ചിനീയറായി മാറ്റി തീർത്ത നല്ല എനിക്ക് സപ്പോർട്ട് തന്ന എൻ്റെ കൂടെ എല്ലാ കാര്യത്തിനും ഉണ്ടായിരുന്ന ജ്ഞാനകാന്തി സാർ ഞാൻ നന്ദി പറയുന്നു. വിക്രമൺ ഉണ്ടാക്കുന്ന സമയത്ത് എന്തെങ്കിലും മറക്കാനാകാത്ത അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എൻജിൻ ടെസ്റ്റിംഗ് നടക്കുമ്പോൾ എൻജിൻ ഞങ്ങളെല്ലാം കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തു. എല്ലാം സെറ്റായി, സീക്വൻസ് എല്ലാം റെഡി, എൻജിൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ കൗണ്ട് ഡൗൺ 3, 2, 1 എൻജിൻ ഫയറിങ്ങിൻ്റെ സൗണ്ട് കേൾക്കാം. സൗണ്ട് കേൾക്കുമ്പം നമുക്ക് മനസ്സിലാക്കാം എൻജിൻ ഫയർ കാണാൻ പറ്റില്ല. അപ്പം ഞങ്ങളൊരു സെപ്പറേറ്റ് റൂമിൽ ഇരുന്നിട്ടാണ് ഇത് മോണിറ്ററിൽ കൂടി മാത്രമാണ് നമ്മൾ ഈ എൻജിൻ്റെ വിഷൻസ് വീഡിയോസ് കാണുന്നത്. അപ്പം ഞാൻ കണ്ട ഒരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സൗണ്ട് കേൾക്കാമായിരുന്നു, എൻജിൻ്റെ ഈ ഫയറിങ് സൗണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഇൻസ്പയർ ആവും. അതാണ് നമ്മളെ ഈ ഒരു ഫീൽഡിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. പക്ഷേ പെട്ടെന്ന് ഒരു വിത്തിൻ 1-2 സെക്കൻഡ് എൻജിൻ്റെ സൗണ്ട് മാറാൻ തുടങ്ങി. അപ്പോൾ സഡനായിട്ട് ഞങ്ങൾ എൻജിൻ ടെസ്റ്റ് അബോട്ട് ചെയ്തു. പിന്നീട് ഓരോ പാരാമീറ്ററിൽ കൂടെയും ചെക്ക് ചെയ്ത് പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തു. ഒരു സ്മോളർ മൈനർ പ്രോബ്ലം ആയിരുന്നു അത്. നമുക്ക് സാധാരണ ഈ ഞങ്ങളുടെ ഈ ലിക്വിഡ് പ്രൊപ്പൽഷൻ ഫീഡ് ലൈൻസിൽ വരുന്ന ചെറിയൊരു കണ്ടാമിനേഷൻ അതേപോലത്തുള്ള കാര്യങ്ങൾ കാരണം ഉണ്ടായ ഒരു ചെറിയൊരു പ്രോബ്ലം. അങ്ങനെ ഞങ്ങൾ രണ്ടാമതും റീകാലിബ്രേറ്റ് ചെയ്ത് സാധനങ്ങളൊക്കെ രണ്ടാമതും ഫുള്ള് റെഡിയാക്കി
രണ്ടാമതും ടെസ്റ്റ് ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്ത് രണ്ടാമത് എൻജിൻ ടെസ്റ്റ് തുടങ്ങി. അതൊരു ചെറിയൊരു നിമിഷമായിരുന്നാലും അതെൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് ടൈം എൻ്റെ കമ്പോണൻ്റ് ഫസ്റ്റ് ടൈം ഫയർ ചെയ്യുന്ന ഒരു നിമിഷമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര വറീഡായിരുന്നു. ഇത് എൻജിൻ ഫെയിലിയർ ആണോ അല്ലെങ്കിൽ എന്താണോ സംഭവിച്ചത്. എന്നാലും ഒരു കാം ആൻഡ് ക്വയറ്റായിട്ട് ഞാൻ പാരാമീറ്റേഴ്സ് എല്ലാം നോക്കി ഐഡൻറ്റിഫൈ ചെയ്ത് രണ്ടാമതും ടെസ്റ്റിന് റെഡി ആയിട്ട് ടെസ്റ്റ് ക്യാമ്പയിൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ ടെസ്റ്റിന് പോയിട്ട് സക്സസ്ഫുള്ളായിട്ട് ആ എൻജിൻ തന്നെ വേറെ ഒരു പ്രോബ്ലം ഇല്ലാതെ സക്സസ്ഫുള്ളായിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റി. വിക്രം മണ്ണിൽ ഉപയോഗിച്ച രാമൻ എഞ്ചിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ഒരു എൻജിൻ ലിക്വിഡ് പ്രൊപ്പല്ലൻ്റ് യൂസ് ചെയ്ത ഒരേ ഒരു നമ്മുടെ 4th സ്റ്റേജ് എൻജിനാണിത്. ബാക്കി മൂന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 സ്റ്റേജും സോളിഡ് റോക്കറ്റ് മോട്ടോഴ്സ് ആയിരുന്നു. ഈ 4th സ്റ്റേജ് മാത്രമാണ് നമ്മുടെ ലിക്വിഡ് സ്റ്റേജ് ആയിട്ടുള്ളത്. ഈ ലിക്വിഡ് സ്റ്റേജ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി കോംപ്ലക്സ് ടു ഹാൻഡിൽ. ആ സിസ്റ്റം തന്നെ വളരെ കോംപ്ലക്സ് ആണ്. അത് പ്രൊപ്പലൻ്റ് നമ്മൾ യൂസ് ചെയ്തത് ഹൈപ്പർഗോളിക് പ്രൊപ്പലൻസ് ആണ്. അത് ഇൻസ്റ്റൻറ്റേനിയസ് റിയാക്ഷൻ, ദർ ഈസ് നോ സെപ്പറേറ്റ് ഇഗ്നീഷൻ സിസ്റ്റം നമുക്ക് ഇതിൽ ആവശ്യമില്ല. ഇത് ഹൈപ്പർഗോളിക് ഇൻസ്റ്റൻ്റ് തന്നെ ഓക്സിഡൈസർ ഫ്യൂൽ അത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ അത് റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇത് വളരെ കോംപ്ലക്സ് ആയ ഒരു സ്റ്റേജായിരുന്നു. അതേപോലെ തന്നെ റിലയബിളുമാണ്. ഈ ഒരു സ്റ്റേജിൻ്റെ പ്രത്യേകത നമ്മൾ ഈ രാമൻ എഞ്ചിൻ എന്ന് പേരിടാൻ കാരണം നമ്മുടെ CV രാമൻ ഓണർ ചെയ്തിട്ടാണ് നമ്മൾ ഈ പേരുകൾ ഫോളോ ചെയ്തത്. അതേപോലെ തന്നെ സോളിഡ് റോക്കറ്റിന് APJ കലാം മോട്ടോഴ്സ് എന്നാണ് പറയുന്നത്. നമ്മളുടെ വെഹിക്കിൾ വിക്രം സാരാഭായിയുടെ പേരിലാണ് അറിയപ്പെട്ടത്. അപ്പോൾ രാമൻ എഞ്ചിന് ഞങ്ങളുടെ എല്ലാ ഹൈപ്പർഗോളിക് എഞ്ചിനും രാമൻ എഞ്ചിനുകളാണ്. രാമൻ മിനിയുണ്ട്, രാമൻ 1 ഉണ്ട്, രാമൻ 2 ഉണ്ട്, അങ്ങനെ. അപ്പം നമ്മുടെ ഒരു ഹൈപ്പർഗോളിക് എഞ്ചിൻ സീരീസിൽ വന്ന എൻജിൻസാണ് രാമൻ എൻജിൻസാണ് നമ്മൾ ഈ വിക്രം 1-ൽ യൂസ് ചെയ്തത്. രാമൻ 1 ഫോർ റോൾ കൺട്രോൾ സിസ്റ്റം ആൻഡ് രാമൻ 2 അറൗണ്ട് 1500 ന്യൂട്ടൺ ത്രസ്റ്റ് തരുന്ന ഒരു എഞ്ചിനായിരുന്നു രാമൻ 2. അതും ഈ ഹൈപ്പർഗോളിക് എഞ്ചിനായിരുന്നു. ഈ വിക്രം 1 റോക്കറ്റിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ലോഞ്ച് ചെയ്യുക, വെഹിക്കിൾ ഡെവലപ്പ് ചെയ്ത് ലോഞ്ച് ചെയ്യുക, കൂടുതൽ സാറ്റലൈറ്റുകൾ ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതായത് നമ്പർ ഓഫ് ഫ്രീക്വൻസി ഓഫ് ലോഞ്ചിങ് കൂട്ടുക. പെർ ഇയർ തന്നെ മൾട്ടിപ്പിൾ ലോഞ്ചസ് പെർ ഇയർ, അതാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഇതുകൊണ്ടുള്ള ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹൈ റെസൊല്യൂഷൻ ഇമേജ് ചെയ്യുന്ന സാറ്റലൈറ്റുകൾ, അതല്ലാതെ എൻവിയോൺമെൻ്റൽ ആൻഡ് ഫാമേഴ്സ് ലാൻഡ് സാറ്റലൈറ്റുകൾ, സ്മോൾ സാറ്റലൈറ്റുകൾ, ഈ ഒരു ലോ എർത്ത് ഓർബിറ്റിലുള്ള സാറ്റലൈറ്റുകൾ ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് നമ്മുടെ ലോ ലാറ്റൻസി കമ്മ്യൂണിക്കേഷനും പിന്നെ കൂടുതൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആൻഡ് വെതർ പ്രഡിക്ഷൻ ഇതേപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അത് നമ്മളുടെ പ്രഡിക്ഷൻ ആക്യുറസി കൂട്ടും. ഈ സാറ്റലൈറ്റുകൾ കൂടുതൽ എർത്തിൻ്റെ ഇമേജസുകൾ, നമ്മളുടെ നാവിഗേഷൻ സിസ്റ്റം തന്നെ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്തത് ഇപ്പോൾ പഴയ ഗൂഗിൾ മാപ്പ് പോലെയല്ല. ഇപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് വിത്തിൻ പ്രിസിഷൻ വേർ യു ആർ സ്റ്റാൻഡിങ് ഫ്രം അത്രയും പ്രിസൈസ് ആയിട്ട് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഇതേപോലുള്ള സാറ്റലൈറ്റുകൾ, ലോ എർത്തിൽ ഓർബിറ്റിലുള്ള സാറ്റലൈറ്റുകൾ കൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മളുടെ ഇന്ത്യയുടെ ഡിഫെൻസ് ആൻഡ് നോർമൽ ലൈഫിലുള്ള ഫാമിംഗ് തൊട്ട് വിവിധ കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ വിവിധ ഏരിയകളെ ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ടെക്നിക്കലി. ഈ നമ്മൾ കുറഞ്ഞ കോസ്റ്റിൽ കൂടുതൽ ഇത് ചെയ്യുമ്പോൾ ഫോറിൻ അടക്കമുള്ള സാറ്റലൈറ്റ് ലോഞ്ചിങ് സിസ്റ്റം നമ്മളെ അപ്രോച്ച് ചെയ്യും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കൂടുതൽ കസ്റ്റമേഴ്സ് വരികയാണ് ഇതിൽ. അതാണ് നമ്മുടെ റവന്യൂ ആക്ച്വലി. കൂടുതൽ കസ്റ്റമേഴ്സ് വന്ന് കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുക. അത് ഈ ഒരു ലോഞ്ച് വെഹിക്കിൾ കാരണം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും, കൂടുതൽ റവന്യൂ അച്ചീവ് ചെയ്യാൻ പറ്റും. ഇതാണ് ആ ഒരു പ്രത്യേകത നമ്മൾ
revenue generation through multiple customers with low cost launch vehicle. വിക്രം 1 പൂർണ്ണമായിട്ടും ഈ കാർബൺ കമ്പോസിറ്റ് ഘടന ഉപയോഗിച്ചാണ് നിർമ്മിച്ചത്. അപ്പോൾ ഇത്തരത്തിലൊരു നൂതന സാങ്കേതികവിദ്യ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാവില്ലേ? കാർബൺ കോമ്പോസിറ്റ് ആക്ച്വലി നമ്മൾ സാധാരണ വെഹിക്കിൾ സ്ട്രക്ചർ നമുക്ക് ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആയിരിക്കണം. അപ്പോൾ കാർബൺ കോമ്പോസിറ്റ് ചൂസ് ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺ അതിൻ്റെ ഒരു ഹൈ സ്ട്രെങ്ത്തും ലോ വെയ്റ്റുമാണ്. അപ്പം അത് നമുക്ക് ലോഞ്ച് വെഹിക്കിളിന് ഏറ്റവും ഒരു അഡ്വാൻറ്റേജായി മാറി. അപ്പം അതിൽ ഞങ്ങൾ ഇൻഹൗസിൽ തന്നെ ഫെസിലിറ്റികൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു. അതിൽ കൂടുതൽ ശ്രദ്ധ തിരിച്ച് ഈ ഒരു വിക്രമണിന് വേണ്ടി അത് ഡെവലപ്പ് ചെയ്യുകയായിരുന്നു. സാധാരണയായി റോക്കറ്റ് സ്ട്രക്ചറുകൾ നിർമ്മിക്കാൻ യൂസ് ചെയ്യുന്നത് സ്റ്റീൽ അല്ലെങ്കിൽ അലൂമിനിയം അല്ലെങ്കിൽ അലൂമിനിയം അലോയ് അതേപോലത്തുള്ള മെറ്റീരിയൽ കൊണ്ടാണ്. അതിലൊരു പോരായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ വെയിറ്റ് കൂടും, വെയിറ്റ് കുറവാണെങ്കിൽ ഇനഫ് സ്ട്രെങ്ത് ഉണ്ടാവില്ല അലൂമിനിയം പോലുള്ള മെറ്റീരിയലുകൾക്ക്. അപ്പോൾ ഇതിന് കോമ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കമ്പാരിസൺ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മികച്ചതാണ്. കമ്പാരിറ്റീവ്ലി ബാക്കി മെറ്റീരിയലിനേക്കാളും ഏറ്റവും മികച്ചതാണ്. ഇതൊരു കാർബൺ കോമ്പോസിറ്റ് ഫൈബേഴ്സ് യൂസ് ചെയ്ത് വൈൻഡ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇതിൻ്റെ വൈൻഡിങ്ങിൻ്റെ യൂസ് ചെയ്യുന്ന റെസിൻസ് അത് തമ്മിലുള്ള ബോണ്ടിങ് ശക്തി കൂട്ടുകയും അത് ഒരു ഹൈ സ്ട്രെങ്ത് മെറ്റീരിയലായിട്ട് വർത്തിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ ഈ സ്കൈ റൂട്ടിലേക്കുള്ളൊരു വരവ് എങ്ങനെയായിരുന്നു? അവിടേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയായിരുന്നു? ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് NIT തൃച്ചിയിൽ നിന്ന് കഴിഞ്ഞു. BTech കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്തായിരുന്നു. അത് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് കഴിഞ്ഞ് ഞാൻ റിസർച്ചിന് വേണ്ടി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസിൽ ഡോക്ടർ പ്രദീപ് കുമാർ സാറിൻ്റെ കൂടെ റിസർച്ച് വർക്ക് ചെയ്യുമായിരുന്നു. ഒരു മൈക്രോ ഫ്ലൂയിഡിക് ഫ്ലോ ബോയിലിംഗ് ഇൻ സാറ്റലൈറ്റ് കൂളിംഗ് മെത്തഡോളജി ആയിരുന്നു ഞാൻ ചൂസ് ചെയ്ത പ്രൊജക്റ്റ്. ആ പ്രൊജക്റ്റിൽ ഞാൻ പ്രവർത്തിക്കുമ്പോൾ തന്നെ എനിക്ക് സാറ് വഴി ജ്ഞാനകാന്തി സാറായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും ജ്ഞാനകാന്തി സാറിൻ്റെ അടുത്ത് ഞാൻ ഈ സ്കൈ റൂട്ടിൽ ജോയിൻ ചെയ്യാനുള്ള താല്പര്യം പ്രകടിപ്പിച്ച് സാറാണ് എന്നെ ഈ സ്കൈ റൂട്ടിലേക്ക് വിളിക്കുന്നത്. സ്റ്റാർട്ടപ്പ് ആണെങ്കിലും അന്ന് ഒരു ഡിസിഷൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫീൽഡിനോടുള്ള താല്പര്യം കാരണം ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. പ്രൊപ്പൽഷനെ പറ്റി കൂടുതൽ ഈ ലോഞ്ച് വെഹിക്കിളിനെ പറ്റി അധികം ഐഡിയകളൊന്നുമില്ല. നമ്മൾ പറഞ്ഞ പോലെ ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സിസ്റ്റം ആയതുകൊണ്ട് തന്നെ അത് പഠിക്കാനുള്ള ജിജ്ഞാസയും അതിലേക്ക് ഇൻവോൾവ് ചെയ്യാനുള്ള ഡൈവ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി കാരണം ഞാൻ ഈ ഫീൽഡിലേക്ക് ജോയിൻ ചെയ്യുകയായിരുന്നു. ഈ ബഹിരാകാശ രംഗത്ത് പ്രൈവറ്റ് സെക്ടേഴ്സ് കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മെച്ചം എന്താണ്? അതുകൊണ്ട് ഇന്ത്യയുടെ ഒരു ഭാവി എന്തായിരിക്കും? പ്രൈവറ്റ് സെക്ടർ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. ഇപ്പം ISRO ഡീപ്പ് സ്പേസ് റിസർച്ചിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അതേപോലെ നമ്മളുടെ ഓരോ ടെക്നോളജിയും ഇൻഡിവിജ്വലായിട്ട് തന്നെ ഇനിയും മുമ്പോട്ട് ഫുൾ സ്ട്രെങ്ത്തിൽ ഫോക്കസ് ചെയ്യാൻ ഡിഫറെൻറ്റ് ഏരിയാസ് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ കമ്പാരിറ്റീവ് ടു അതർ കൺട്രീസ്, ഇപ്പോൾ USA ആയാലും ചൈനയാണ് ഇപ്പം പ്രൈവറ്റ് സെക്ടറിൽ ലോഞ്ച് സെക്കൻഡ് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ തേർഡായിട്ട് പ്രൈവറ്റ് സെക്ടറിൽ ലോഞ്ച് ചെയ്ത തേർഡ് കൺട്രിയാണ് നമ്മൾ. അപ്പം ഇവരൊക്കെ കമ്പയർ ചെയ്യുമ്പോഴും നമ്മൾ മുമ്പേ നമ്മൾ കേട്ടിട്ടുണ്ടോ, ഡെവലപ്പ് ചെയ്യുന്ന മിക്ക ലോഞ്ച് വെഹിക്കിളിൻ്റെ കോസ്റ്റും കമ്പാരിറ്റീവ് അതർ കൺട്രീസ് അത് വളരെ കുറവായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് ഇപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേകതയാണ് ഇത്. ഇന്ത്യയിലെ ലോ കോസ്റ്റിൽ ഒരു ലോഞ്ച് വെഹിക്കിൾ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ നമ്മളിത് കൂടുതൽ കസ്റ്റമേഴ്സിനെ ആകർഷിക്കുകയാണ്, നമ്മളൊരു റവന്യൂ ജനറേഷൻ ഇൻക്രീസ് ചെയ്യുകയാണ് അതുവഴി. അപ്പം കൂടുതൽ സാറ്റലൈറ്റ് ഡിപ്ലോയിങ്, കൂടുതൽ ലോഞ്ച് വെഹിക്കിൾ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്, ഡിഫറെൻറ്റ് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിഫറെൻറ്റ് പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് R&D വർക്കിന് വേണ്ടിയിട്ട് ഈ ലോഞ്ച് വെഹിക്കിൾ യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ISROയ്ക്ക് പുറമെ ഈ സ്വകാര്യ മേഖലയിൽ ബഹിരാകാശ ഗവേഷണത്തിനുള്ള സാധ്യതകൾ എത്രത്തോളമാണ് ഇപ്പോൾ?
ഇപ്പോൾ സാധ്യതകൾ വൈഡ് ഓപ്പൺ ആണ്. ഇപ്പോൾ നമുക്ക് ആ, നോക്കിയാൽ തന്നെ അറിയാം, ഡിഫറെൻറ്റ് കമ്പനീസ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. അത് സാറ്റലൈറ്റ് ഏരിയയിൽ വർക്ക് ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്, ലോഞ്ച് വെഹിക്കിൾ ഏരിയസ് വർക്ക് ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. ആം, അങ്ങനെ ഒരുപാട് ഏരിയാസ് ഉണ്ട്. ഇനിയും ഫ്യൂച്ചറിൽ കുറേ സ്പേസ് ടെക്നോളജി ഡെവലപ്മെൻറ്റ് ആൻഡ് ഡീപ് സ്പേസ് എക്സ്പ്ലോറേഷൻ ആൻഡ് ഡാറ്റാ സെൻറ്റർ ഇൻ സ്പേസ്, അങ്ങനെ ഒരുപാട് ഫ്യൂച്ചർ R&D വർക്കുകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ സ്പേസ് ഡെബ്രീസ് കളക്ഷൻ, നമ്മളിപ്പോൾ സ്പേസ് സാറ്റലൈറ്റ് കൂടുതൽ അവിടെ ഡിപ്ലോയ് ചെയ്യുന്ന കാരണം സ്പേസ് ഡെബ്രീസിൻ്റെ ഒക്കെ അളവ് കൂടി വരുന്നു. അപ്പോൾ അത് റിമൂവ് ചെയ്യാനുള്ള സൊല്യൂഷൻസ്. പിന്നെ സ്പേസ് ടൂറിസം, എനിക്ക് തോന്നുന്നു അത് തന്നെ ഒരു ഫ്യൂച്ചർ ബെസ്റ്റ് എക്സാമ്പിളായിരിക്കും നമ്മളെ സ്പേസ് ടൂറിസം. നമ്മളിപ്പോൾ സാധാരണ ഒരു ട്രിപ്പ് പോകുന്ന പോലെ ഇനി സ്പേസിലേക്ക് നമുക്കൊരു ട്രിപ്പ് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകാൻ പോവുകയാണ്. അപ്പം ഇതൊരു ഫാസ്റ്റ് ഗ്രോയിങ് ഏരിയ ആണ്. അപ്പം നമുക്ക് ഒരുപാട് കമ്പനീസ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഇനി വരാൻ പോകുന്നുണ്ട്. അതേപോലെ നമ്മുടെ കേരളത്തിലുമുണ്ട് കുറച്ച് സാറ്റലൈറ്റ് കമ്പനീസ് വർക്ക് ചെയ്യുന്നത്. യെസ്, ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു ബി എ ബൂം ഇൻ ദിസ് ഫീൽഡ് ഇൻ അപ്കമിങ് ഫ്യൂച്ചർ. ഈ വിക്രം വണ്ണിൻ്റെ നിർമ്മാണത്തിൽ എത്ര പേര് ഉണ്ടായിരുന്നു നിങ്ങൾ ഈ മൊത്തം സൈഡിലും? താങ്കളുടെ പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ നിർമ്മാണത്തിൽ എവിടെയായിരുന്നു? സ്കൈറൂട്ടിൽ ഈ വിക്രം വൺ ലോഞ്ച് വെഹിക്കിൾ ഇൻവോൾവ് ആയിട്ടുള്ളത് ഏകദേശം ഒരു 500ഓളം പേര് ഈ ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ആയിട്ടും ഈ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടും. അതല്ലാതെ നമ്മളുടെ മലയാളികൾ തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ കറൻ്റ്ലി 25ഓളം മലയാളികളുണ്ട്. അതിൽ 14ഓളം മലയാളികളാണ് ഈ വിക്രം വണ്ണിൻ പ്രൊജക്റ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. പിന്നെ എൻ്റെ കോൺട്രിബ്യൂഷൻ മെയിനായിട്ട് ലിക്വിഡ് പ്രൊപ്പൽഷൻ എൻജിൻ സൈഡായിരുന്നു, എൻജിൻ ആൻഡ് ത്രസ്റ്റർ ഡെവലപ്മെൻറ്റ് സൈഡ്. രാമൻ 1 ത്രസ്റ്റർ റോൾ കൺട്രോൾ സിസ്റ്റത്തിൽ അതിൽ ഞാൻ ഡിസൈൻ തൊട്ട് റിയലൈസേഷൻ, ടെസ്റ്റിംഗ്, ഫ്ലൈറ്റ് ക്വാളിഫിക്കേഷൻ വരെ ഇൻവോൾവ് ആയിരുന്നു. അതേപോലെ തന്നെ രാമൻ 2 എൻജിൻ്റെ ഡെവലപ്മെൻറ്റിലും ഞാൻ ഇൻവോൾവ് ആയിട്ടുണ്ട്. അതിൻ്റെ ടെസ്റ്റിങ്ങിൽ തന്നെ നമ്മുടെ വാക്വം എൻജിൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഒരു റഷ്യൻ ടെക്നോളജി അഡോപ്റ്റ് ചെയ്തിട്ടാണ്. കാരണം അത് സാധാരണ നമുക്ക് വാക്വം നോസിൽസ് നമുക്ക് അറ്റ്മോസ്ഫിയറിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പ്രഷർ ഡിഫറൻസ് കാരണം ഈ നോസിൽ റപ്ചറായി പോകും. അപ്പോൾ അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയൊരു മെത്തഡോളജി ഞങ്ങൾ അഡോപ്റ്റ് ചെയ്യും. ആ വാക്വം സിമുലേഷന് പകരം ആ വാക്വം നോസിൽ യൂസ് ചെയ്ത് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനിൽ തന്നെ നമുക്കത് ടെസ്റ്റ് ചെയ്യാനും കഴിയും. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിൻ്റെ ഡെവലപ്മെൻറ്റിലും എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അതേപോലെ അനദർ വേർഷൻ ഓഫ് എൻജിനും ഉണ്ട് നമുക്ക് രാമൻ 2-ൽ തന്നെ, അതിലും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. മേ ബി സെക്കൻഡ് ഫ്ലൈറ്റിലോ അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചർ റിക്വയർമെൻറ്റ് വരുവാണെങ്കിൽ അതിലും പ്രവർത്തിക്കാൻ റെഡിയാണ്. കാരണം എൻജിൻ സൈഡാണ് എൻ്റെ മെയിൻ കോൺസെൻട്രേഷൻ. അടുത്ത പ്രൊജക്റ്റ് എന്താണ്? ഇപ്പം വിക്രം 1-ൽ തന്നെയാണ് ഞങ്ങളുടെ ഫോക്കസ്. റിലയബിളായ വിക്രം 1 മൾട്ടിപ്പിൾ സക്സസ് ആയിട്ട് ലോഞ്ച് ചെയ്ത് കാണിക്കുക, അതാണ് ഏറ്റവും വലിയ കാര്യം. അത് കഴിഞ്ഞ് അടുത്ത ഫോക്കസ് ഇപ്പോൾ പാരലലി തന്നെ നമ്മൾ വിക്രം 2 ലോഞ്ച് വെഹിക്കിളിലും ഫോക്കസ് ചെയ്യുന്നുണ്ട്. സൂൺ കമ്പനി വിൽ ഡിക്ലെയർ മോർ അബൌട്ട് ആഫ്റ്റർ ദാറ്റ് പ്രൊജക്ട്സ്. ഒരുപാട് പ്രൊജക്റ്റുകൾ ഇപ്പോൾ തന്നെ കമ്പനി ഫോക്കസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ദൗത്യത്തിൽ പങ്കാളികളായ മലയാളികളെ കേരളത്തിൻ്റെ സ്വന്തം മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ക്ഷണിക്കുകയുണ്ടായി തിരുവനന്തപുരത്തേക്ക്. അദ്ദേഹത്തെ കണ്ടിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ച ആ ഒരു പിന്തുണ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വളരെ നല്ല പോസിറ്റീവായൊരു പിന്തുണയായിരുന്നു അദ്ദേഹം നൽകിയത്. അദ്ദേഹം ഞങ്ങളെ പ്രശംസിച്ചു ഈ ഒരു വിജയത്തിന് പിന്നിൽ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ. കൂടാതെ സ്കൈറൂട്ടിനും അദ്ദേഹം വിജയാശംസകൾ നേർന്നു. ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. അദ്ദേഹം ഞങ്ങളെടുത്ത് കേരള
ഈ ഒരു ഗവൺമെൻറ്റിനും ഇനിയൊരു ഫ്യൂച്ചറിൽ ഒരു സ്പേസ് എക്കോസിസ്റ്റം ഡെവലപ്മെൻറ്റിൻ്റെ കൂടുതൽ ഉന്മേഷത്തോടെ കൊണ്ടുപോകാനുള്ള പദ്ധതികളുണ്ടെന്ന് അറിയിച്ചു. എനിക്ക് തോന്നുന്നു ഞങ്ങളും എക്സ്പെക്റ്റ് ചെയ്യുന്നത് സാറിൻ്റെ വി.ഡി. സതീശൻ സാറിൻ്റെ കയ്യിൽ നിന്ന് ഇതേപോലുള്ള പോസിറ്റീവ് റെസ്പോൺസ് തന്നെയായിരുന്നു. കാരണം നമ്മുടെ അപ്കമിങ് ഫ്യൂച്ചർ യൂത്തിന് വേണ്ടിയിട്ട് അവർക്ക് സ്വന്തം നാട്ടിൽ പോലും നമുക്ക് ഒരു റോക്കറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ പറ്റട്ടെ എന്നതായിരുന്നു ഞങ്ങളുടെയും ഈ ഒരു വിസിറ്റിന് പിന്നിലുണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാട്. അപ്പം എനിക്ക് തോന്നുന്നു അത് ഞങ്ങൾ പറയാതെ തന്നെ സാറിനെ മുൻകൂട്ടി കണ്ടതുപോലെ സാർ ഇങ്ങോട്ട് പറയുന്നുണ്ടായിരുന്നു സ്പേസ് പാർക്കിനെ പറ്റിയും അതിൻ്റെ ഇനിയുള്ള കാര്യങ്ങൾ ചർച്ചയിലാണ് എന്നാണ് പറഞ്ഞത്. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞില്ല. അപ്പം നമുക്ക് പ്രതീക്ഷിക്കാം കേരളവും ഇനി ഒരു സ്പേസ് എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്ത് മുമ്പോട്ട് വരും. ഒരു കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്, അതായത് നിങ്ങൾ മുഖ്യമന്ത്രിക്ക് ഒരു സ്പേസ് പേന സമ്മാനിച്ചിരുന്നു. എന്താണ് ആ പേനയുടെ ഒരു പ്രത്യേകത? ആ പേന ഏത് കണ്ടീഷനിലും വർക്ക് ചെയ്യുന്ന ഒരു പേനയാണ്, റൈറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഈവൻ നമ്മുടെ നോർമൽ പെന്നുകൾ ഇങ്ക് സ്പേസിൽ വർക്ക് ചെയ്യില്ല, കാരണം ഗ്രാവിറ്റി ഇല്ലാത്ത കാരണം അത് ലീക്കായി സ്പ്രെഡായി അതുകൊണ്ടുള്ള കുറേ പ്രോബ്ലംസുകളുണ്ട്. അപ്പോൾ ഈ നോർമൽ പെന്നിന് പകരം ഈ നാസ ഡെവലപ്പ് ചെയ്ത ഒരു സ്പെഷ്യൽ പെന്നാണിത്. ഈവൻ അണ്ടർ വാട്ടറിലും റൈറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് പേനയാണിത്. ഞങ്ങളത് ചൂസ് ചെയ്ത് തന്നെ ഞങ്ങൾ ഓൺലൈനിൽ ഒരുപാട് ഗിഫ്റ്റുകൾ തപ്പി. അപ്പം ഞങ്ങൾക്ക് തോന്നി വൺ ഓഫ് ദി ബെസ്റ്റ് ഗിഫ്റ്റ് വി ക്യാൻ ഗിവ് ടു ഫോർ CM. അപ്പം ഞങ്ങളത് ചൂസ് ചെയ്യുമായിരുന്നു. അത് ഒറിജിനൽ പേനയാണ്, നാസയുടെ ഒറിജിനൽ പേനയാണ്. അദ്ദേഹത്തിനും അത് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ ഒരു ഡയറിയിൽ തന്നെ അദ്ദേഹം ബെസ്റ്റ് വിഷസ് എഴുതിയത് ഈ ഒരു പേന കൊണ്ടായിരുന്നു. സമ്മാനിച്ച പേന എല്ലാവർക്കും വാങ്ങാൻ കഴിയും, അതായത് ഒരു സിവിലിൽ നിന്ന് വാങ്ങാൻ പറ്റുമോ? തീർച്ചയായും എല്ലാവർക്കും വാങ്ങാൻ കഴിയും. ഇത് ഓൺലൈൻ അവൈലബിൾ ആണ്. ഞങ്ങൾ ഓൺലൈൻ ത്രൂ തന്നെയാണ് ഈ പേന വാങ്ങിച്ചത്. പഠിച്ചതൊക്കെ എവിടെയായിരുന്നു? നാട്ടിൽ തന്നെയായിരുന്നു? ഞാൻ പഠിച്ചത് വീടിനടുത്ത് തന്നെയുള്ള 1ാം ക്ലാസ്സും 2ാം ക്ലാസ്സും തൊട്ട് 8ാം ക്ലാസ് വരെ GHSS നടുവണ്ണൂർ എൻ്റെ വീട്ടിനടുത്തുള്ള സ്കൂളാണ്. പിന്നെ 9ഉം 10ഉം മച്ചാട് ഹയർ സെക്കൻഡറി സ്കൂൾ, പിന്നെ +1 +2 GHSS കോക്കലൂർ കംപ്ലീറ്റ് ചെയ്തു. അപ്പം ഈ ഒരു ചുറ്റുവട്ടത്ത് തന്നെയായിരുന്നു എൻ്റെ പഠനകാലം മൊത്തം ഞാൻ ചിലവഴിച്ചത്. പിന്നീട് BTech എൻജിനീയറിംഗ് എന്ന ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് ആദ്യമായിട്ട് വീട് വിട്ട് പോയിരുന്നത്. അങ്ങനെ ഞാൻ ട്രിവാൻഡ്രത്ത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്ത് BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യുകയും അവിടെ BTech മെക്കാനിക്കലിന് ശേഷം NIT തൃച്ചി മാസ്റ്റേഴ്സ് ഇൻ തെർമൽ പവർ എഞ്ചിനീയറിംഗ് തുടരുകയും ചെയ്തു. തെർമൽ പവർ എഞ്ചിനീയറിംഗ് മാസ്റ്റേഴ്സ് കഴിഞ്ഞ ശേഷം കൂടുതൽ റിസർച്ച് വർക്ക് താല്പര്യപ്രകാരം ഞാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസിൽ ജോയിൻ ചെയ്യുകയും അവിടെ ഡോക്ടർ പ്രദീപ് കുമാറിൻ്റെ അണ്ടറിൽ മൈക്രോ ഫ്ലൂയിഡിക് ഫ്ലോ ബോയിലിംഗ് എന്നൊരു സബ്ജക്റ്റിൽ റിസർച്ച് ചെയ്യുകയായിരുന്നു. അതിൻ്റെ ആപ്ലിക്കേഷൻ തന്നെ സാറ്റലൈറ്റ് കൂളിംഗ് ആ ഒരു ഫീൽഡിലായിരുന്നു. അപ്പം ഈ ഒരു സ്പേസ് സെക്ടറിലേക്കുള്ള ഒരു കടന്നുകയറ്റത്തിൻ്റെ ഒരു പടി എനിക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നു എന്നത് ഈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയും പ്രദീപ് കുമാർ സാറുമായിരുന്നു. സ്കൂൾ പഠിക്കുമ്പോൾ ഈ ശാസ്ത്രലോകത്തോട് താല്പര്യം ഉണ്ടായിരുന്നു? സ്കൂൾ ടൈമിലും എനിക്ക് സ്പേസ് സെക്ടർ കണ്ട് വളരെ ആശ്ചര്യം തോന്നി. ബട്ട് അത് നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നുള്ള ഒരു രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് അന്നുണ്ടായിരുന്നില്ല. അന്ന് കുറച്ചുകൂടിയും എനിക്ക് തോന്നുന്നു ഇമ്മച്ചുവറായിട്ട് ഇതൊക്കെ വേറെ ഒരു സയൻറ്റിസ്റ്റുകൾ ചെയ്യുന്ന വർക്കാണ്, ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ്, അപ്പോൾ നമ്മൾ ആ ഒരു കാറ്റഗറിയിലാണെന്ന് ഒരു തോന്നൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴും കൂടുതൽ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്ന ഓട്ടോമൊബൈൽ സൈഡിലായിരുന്നു. ഓട്ടോമൊബൈൽ എൻജിൻസ് ആ ഒരു ഏരിയ ഒക്കെ ആയിരുന്നു ഭയങ്കര ഇഷ്ടം. കാരണം നമുക്ക് എല്ലാവർക്കും വണ്ടികളോട് ഇഷ്ടം തോന്നും. അപ്പോൾ അതേപോലെ ഒരു വണ്ടികളോട് ഇഷ്ടം ഓട്ടോമൊബൈൽ സൈഡിലേക്ക്
അത് തന്നെയാണ് എന്നെ ഇപ്പം ബിടെക് കഴിഞ്ഞിട്ടും എനിക്ക് കൂടുതൽ ഈ എൻജിൻ സൈഡ് ഇഷ്ടമാണെങ്കിലും എൻജിനിൽ കൂടുതൽ വരുന്നത് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കമ്പഷൻ എന്നൊരു പ്രോസസ്സാണ്. അത് ഒരു മൾട്ടി ഫിസിക്സ് പ്രോസസ്സാണ്. അത് കെമിക്കൽ റിയാക്ഷൻ, കെമിക്കൽ കൈനമാറ്റിക്സ് തൊട്ട് ഫ്ലൂയിഡ് ഡൈനാമിക്സ് വരെയുള്ള ഡിഫറെൻറ്റ് ടോപ്പിക്കിലൂടെ കടന്നു പോകുന്ന ഒരു ഏരിയ ആണ് അത് കമ്പഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അന്ന് എനിക്കത് കൂടുതൽ പേടിയായിരുന്നു പഠിക്കുമ്പോൾ. ഈ നമ്മുടെ റിയാക്ഷൻ, നമ്മൾ കെമിസ്ട്രി എനിക്ക് വലിയ താല്പര്യം, ഫിസിക്സ് ആയിരുന്നു കൂടുതൽ താല്പര്യം കെമിസ്ട്രിയേക്കാളും. പക്ഷേ ഇപ്പം എത്തിച്ചേർന്നത് ആ ഒരു ഫീൽഡിലേക്കാണ്. എനിക്ക് തോന്നുന്നു ബാറ്റ്മാനിൽ പറയുന്ന പോലെ ബാറ്റ്മാൻ ഏറ്റവും കൂടുതൽ ഫിയർ ഉള്ളത് ബാറ്റിനെയാണ്. അപ്പം നമ്മൾ എന്തിനാണ് പേടിക്കുന്നത് അതിലേക്ക് തന്നെ എത്തിച്ചേർന്നു. പക്ഷേ എനിക്ക് തോന്നിയത് അതെൻ്റെ ആത്മവിശ്വാസത്തെ കൂട്ടിയിട്ടേ ഉള്ളൂ. ഞാൻ കൂടുതൽ ഇതിനെ ഇഷ്ടപ്പെടുകയാണ് ചെയ്തത്. ഇപ്പോൾ ഒരു കമ്പഷൻ ഡിവൈസസിൽ വർക്ക് ചെയ്യുമ്പോൾ, ആ ഒരു ഫിസിക്സിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ മുമ്പ് വിചാരിച്ചിട്ട് പോലുമില്ല അത് ഇങ്ങനെ ചേഞ്ച് ഓവറായിട്ട് ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് എത്തിച്ചേരുമെന്ന്. ബട്ട് നൗ ഐ ആം സ്റ്റിൽ ലേണിംഗ് ആൻഡ് ട്രൈങ് ടു ലേൺ മോർ. അപ്പം എനിക്ക് മനസ്സിലായത് നമ്മൾ പഠനം ഒരിക്കലും നിൽക്കുന്നില്ല. അത് ഏത് ഫീൽഡിലായാലും, ഈ റോക്കറ്റ് ഫീൽഡിൽ പ്രത്യേകിച്ച് നമുക്ക് എപ്പോഴും പഠിക്കാൻ, എപ്പോഴെങ്കിലും എല്ലാ ഫീൽഡിലും എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും. നമ്മളത് ചൂസ് ചെയ്ത് മുമ്പോട്ട് പോവുക. അപ്പം ആർക്ക് വേണമെങ്കിലും ഒരു റോക്കറ്റ് സയൻറ്റിസ്റ്റ് ആയിത്തീരാൻ പറ്റും, റോക്കറ്റ് സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ എൻജിനീയറായി മാറിത്തീരാൻ പറ്റും. വേണ്ടത് നമ്മുടെ ഡെഡിക്കേഷൻ, ഹാർഡ് വർക്ക്, ഇതായിരിക്കണം നമ്മുടെ ഒരു ലഹരി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുമ്പോട്ട് ഫ്യൂച്ചർ കണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു നമ്മളുടെ സ്കൂളുകളിൽ തന്നെ ഇപ്പം ഞങ്ങളുടെ സ്കൈറൂട്ട് സ്ഥാപനങ്ങൾ വിസിറ്റ് ചെയ്യാൻ സ്കൂളിൽ നിന്നൊക്കെ കുട്ടികൾ വരാറുണ്ട്. വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളെ കാണാം. അവർ കൂടുതൽ ക്വസ്റ്റ്യൻസ്, അവർ ഓൾറെഡി നമ്മളെപ്പോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ എന്താണ് നടക്കുന്നതെന്നെല്ലാം എനിക്ക് തോന്നുന്നു നമ്മളുടെ ഈ ഓൺലൈൻ കാര്യങ്ങൾ കുറച്ചുകൂടിയും അഡ്വാൻസ്ഡ് ആയതിനെ കൊണ്ടായിരിക്കാം. ഇപ്പോൾ എല്ലാ വീട്ടിലും മൊബൈൽ, ഇൻ്റർനെറ്റ്, എല്ലാ കണക്ടിവിറ്റിയും അവൈലബിൾ ആണ്. അപ്പം ഡെഫിനറ്റ്ലി ദേ ആർ ലേണിംഗ് ത്രൂ ഇൻ്റർനെറ്റ്. അപ്പം നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ അതൊരു അവരിൽ കണ്ട ഒരു എന്തോസിയാസം, അത് വളരെ എനിക്ക് ആശ്ചര്യം തോന്നി. ഇനിയും അതേപോലുള്ള ഒരു തലമുറ ഇനിയും ആശ്ചര്യത്തോടെ ഈ ഒരു ഫീൽഡിനെ കണ്ട് ഇതിലേക്ക് ഇറങ്ങി തിരിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഇന്ത്യയുടെ ഫാസ്റ്റ് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റിനെ അത് ബൂസ്റ്റ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്കൂൾ പാഠ്യപദ്ധതിയിലേക്ക് ഈ ബഹിരാകാശ ശാസ്ത്രവും ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതലായി ഉൾക്കൊള്ളിക്കണമെന്നൊരു അഭിപ്രായമുണ്ടോ? നമ്മൾ പഠിക്കുമ്പോൾ ആക്ച്വലി ഈ ഫിസിക്സിൽ തന്നെയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി, ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഈ സ്പേസ് സെക്ടറിലും നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റൊക്കെ കറക്റ്റ് തന്നെയാണ്. പക്ഷേ ഒരു എക്സ്പോഷർ, ഒരു സ്പേസ് എന്താണ്, സ്പേസ് സെക്ടറിൽ എങ്ങനെയാണ്, റോക്കറ്റ് എന്താണ്, അതിലൊരു എക്സ്പോഷർ കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. നമ്മളെ ഇപ്പം ഒരു പ്രൈവറ്റ് സെക്ടർ ആയിക്കോട്ടെ, ISROയുടെ ലോഞ്ച് ആയിക്കോട്ടെ, അത് എനിക്ക് തോന്നുന്നു ക്ലാസ്സിൽ തന്നെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അങ്ങനത്തെ ഒരു അറിവ് ലഭിക്കുന്നത് കുട്ടികൾക്ക് ഈ ഒരു ഫീൽഡിനോട് ഒരു ഇൻട്രസ്റ്റ് കൂട്ടാൻ ഉപകാരപ്പെടും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ഇൻ്റർനെറ്റും ഓൺലൈൻ മീഡിയാസും ഒരുപാട് സപ്പോർട്ട് ഇപ്പം നമുക്ക് കൈകളിൽ തന്നെ എത്തിച്ചേരാൻ, പല ഇൻഫർമേഷനും നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് നമ്മുടെ കൈകളിൽ തന്നെ എത്തുന്നൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു നമ്മളെ കുട്ടികൾക്കൊരു ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ പിന്നെ എക്സ്പ്ലോർ ചെയ്തോളും. ഇപ്പം ഞാൻ കണ്ടത് പുറത്തുള്ള കൺട്രീസിലും നമ്മുടെ കോളേജുകളിൽ തന്നെ റോക്കറ്റ് എൻജിൻ ബിൽഡ് ചെയ്യുന്ന കോമ്പറ്റീഷൻസ് ഉണ്ട്. അവർ റോക്കറ്റ് എൻജിൻ ബിൽഡ് ചെയ്യുന്ന പ്രൊജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു നല്ലൊരു സ്റ്റാർട്ടിംഗ് ആണ് ആക്ച്വലി. അത് സ്കൂളുകളിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആണ് ആക്ച്വലി, സേഫ്റ്റി ഇഷ്യൂസ് അങ്ങനത്തെ. കാരണം ഇതൊരു ഹൈ എനർജി പ്രൊപ്പലൻ്റൊക്കെ ഡീൽ ചെയ്യുന്ന കേസാണ് കൊണ്ട് ഒരു സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ടാവും. ബട്ട് എനിക്ക് തോന്നുന്നു കോളേജുകളിൽ ഇപ്പോൾ അങ്ങനത്തെ പ്രൊജക്റ്റുകളൊക്കെ മിക്ക കോളേജുകളിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്നെയും കേരളത്തിലുള്ള ഒരു കോളേജിലെ പ്രൊജക്റ്റ് ചെയ്യുന്ന കുറച്ച് കുട്ടികൾ എന്നെ വിളിക്കുകയും അവർക്ക് വേണ്ട കുറച്ച് ഗൈഡൻസുകൾ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്.
അപ്പം എനിക്കും അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഈ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ടായിരുന്നു. അതേപോലെ തന്നെ അവരുടെ ഞങ്ങളുടെ മെൻറ്റേഴ്സിനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പിന്നെ അങ്ങനെ ഒന്ന് രണ്ട് പ്രൊജക്റ്റ് ത്രൂ സ്കൈ റൂട്ട് വഴി തന്നെ ഈ പ്രൊജക്റ്റിൽ എനിക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ കുറച്ച് സാഹചര്യങ്ങളുണ്ടായിരുന്നു. ബഹിരാകാശ രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് താങ്കൾ നൽകാൻ ഉദ്ദേശിക്കുന്ന ഉപദേശങ്ങൾ എന്താണ്? ഞാനും ഒരു സാധാരണ സ്കൂളുകളിൽ പഠിച്ച് വന്ന ഒരാളാണ്. ഗവൺമെൻറ് സ്കൂളുകളിലായിരുന്നു എൻ്റെ പഠനം മൊത്തം. അതിനുശേഷം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, പിന്നെ NIT തിരുച്ചി. ഞാൻ എന്നെ കാണുന്നത് ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിട്ടാണ്. ഞാൻ ബ്രില്യൻറ്റ് സ്റ്റുഡൻ്റ് ഒന്നല്ലായിരുന്നു, നോർമൽ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ബട്ട് ഓൾവേസ് റെഡി ടു ലേൺ ആൻഡ് കറക്റ്റ് മൈ മിസ്റ്റേക്ക്, accept my mistake and come up with new ideas, coming up with new skill set, developing new skill set. And അത് എനിക്ക് തോന്നുന്നു എൻ്റെ ഈ BTech കഴിഞ്ഞുള്ള MTech ഈ റിസർച്ച് വർക്ക് ഇതെന്നെ ഒരു മൗൾഡ് ചെയ്തെടുത്തു ഈ ഒരു ഫീൽഡിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ നമ്മളുടെ ഒരു ഇൻട്രസ്റ്റ് ആൻഡ് ഇൻസ്പിറേഷൻ ബൈ സീയിങ് നമ്മളുടെ ഇൻട്രസ്റ്റാണ്, നമ്മളുടെ ഡ്രീമാണ് നമ്മളുടെ ഈ ഒരു വിജയത്തിലേക്ക് നയിക്കുക. നമ്മളുടെ APJ അബ്ദുൽ കലാം പറഞ്ഞ പോലെ ഡ്രീം ബിഗ്. അതേപോലെ ഞാൻ ബിഗായിട്ട് തന്നെ ഡ്രീം ചെയ്തു. അതായിരിക്കും എനിക്ക് തോന്നുന്നു നമ്മൾ ഓരോ യുവാക്കളും ഫോളോ ചെയ്യേണ്ടത്. പിന്നെ ഹാർഡ് വർക്ക്, ഗിവ് യുവർ 100%, ബി ദ ബെസ്റ്റ് ഇൻ വാട്ട് യു ആർ ഡൂയിങ്. നമ്മൾ ഒരു കരിയർ ചൂസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അതിൽ ബെസ്റ്റ് ആവാൻ നോക്കിയാൽ മതി. അതിൽ നമ്മൾ അത് വിജയം നമ്മളെ ഫോളോ ചെയ്തോളും. അതായിരിക്കും എനിക്ക് തോന്നുന്നു ഓരോ ഈ കരിയറിലേക്ക് ഇറങ്ങാൻ പോകുന്ന ഓരോ നമ്മുടെ യുവതലമുറയ്ക്ക് എനിക്ക് നൽകാനുള്ള സന്ദേശം. നമ്മൾ ആക്ച്വലി ബേസിക്കലി ഈ ഫീൽഡിൽ തന്നെ സ്പേസ് സെക്ടറിൽ ഒരുപാട് ഫീൽഡുകളുണ്ട്. ഏവിയോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, പ്രൊപ്പൽഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, തെർമൽ, എയറോഡൈനാമിക്സ്, എയറോ തെർമൽ, ഇങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഡിഫറെൻറ്റ് ഫീൽഡിലെ എക്സ്പേർട്ടുകൾ വർക്ക് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ഫീൽഡിൻ്റെ ഈ വെഹിക്കിൾ തന്നെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ചൂസ് യുവർ ഡൊമൈൻ വേർ യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ. നമ്മളുടെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഡൊമൈൻ ചൂസ് ചെയ്യുക. ഞാൻ ആക്ച്വലി എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഡിഫറെൻറ്റ് ഡൊമൈനിലായിരുന്നു. അനാലിസിസ് ആൻഡ് കമ്പ്യൂട്ടേഷണൽ ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്തു, ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷണൽ. പക്ഷേ എത്തിച്ചേർന്നത് വേറൊരു ഫീൽഡിലാണ്. അത് നമ്മുടെ ഇൻട്രസ്റ്റ് നമ്മളെ നയിച്ചോളും. പിന്നെ ഞാനിപ്പോൾ എൻജിൻ ഡിസൈൻ സൈഡിലാണ് വർക്ക് ചെയ്യുന്നത്. അത് നമ്മൾ ഫോളോ യുവർ പാത്ത്, ഫോളോ യുവർ തോട്ട്സ്, ഇൻസ്പിറേഷൻ ആൻഡ് യുവർ വിഷൻസ് and try to implement your ideas into the real world problems. പവനും ഭരത്തും പറയുന്ന പോലെ ഈ സ്പേസ് സെക്ടർ എന്ന് പറഞ്ഞാൽ റിയൽ വേൾഡ് പ്രോബ്ലംസിനെ നമ്മൾ സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഫീൽഡാണിത്. ഒരുപാട് തരം പ്രോബ്ലംസുകൾ നമ്മൾ ഫേസ് ചെയ്യും. തെർമൽ, സ്ട്രക്ചറൽ ആൻഡ് ഫ്ലോ പ്രോബ്ലംസ്, ഈവൻ മൈനർ തിങ്സ്, നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്ന മൈനർ തിങ്സ് പോലും ചിലപ്പോൾ അതൊരു പ്രോബ്ലമായിട്ട് കാണാറുണ്ട്. ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ അങ്ങനത്തെ കാര്യങ്ങൾ പോലും നമ്മൾ വളരെ ശ്രദ്ധയോടെ വേണം ഈ ഒരു ഫീൽഡിൽ നമ്മൾ കണ്ടുകൊണ്ട് പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ട്. നമ്മൾ എപ്പോഴും പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ സൊല്യൂഷൻ, ദർ ഷുഡ് ബി ഓൾവേസ് എ സൊല്യൂഷൻ. ഇഫ് സംതിങ് വി ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി റോങ്, വി ഹാവ് ടു കം അപ്പ് വിത്ത് എ സൊല്യൂഷൻ. നമ്മൾ തന്നെ അതിൻ്റെ ഒരു സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇഫ് ദാറ്റ് ഹാപ്പൻസ്, നമുക്ക് ഇങ്ങനെ ഒരു സൊല്യൂഷൻ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫീൽഡിൽ, ഒരു റിയൽ ടൈം പ്രോബ്ലമുള്ള ഈ ഫീൽഡിൽ ഡിഫറെൻറ്റ് സൊല്യൂഷൻ കൊണ്ട് നമ്മളെ ഒരു നല്ലൊരു ബെസ്റ്റ് എൻജിനീയർ ആക്കി മാറ്റാൻ കഴിയും ഈ ഒരു ഫീൽഡിന്.
അടുത്തൊരു മനസ്സിലുള്ള ഒരു പേഴ്സണൽ ഡ്രീം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, ഒരു ഡ്രീമായിട്ട്? തീർച്ചയായിട്ടും അടുത്തതായിട്ട് എനിക്ക് വലിയൊരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രയോജനിക് എൻജിൻ, അതും ഹൈ ത്രസ്റ്റ് ക്ലാസ്സിലുള്ള ക്രയോജനിക് എൻജിൻ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാകാൻ കഴിയണം എന്നതാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ എനിക്ക് ഒരു ടീമിനെ ലീഡ് ചെയ്യാൻ പറ്റി. ഒരു ചെറിയൊരു ക്രയോജനിക് എൻജിൻ ഡെവലപ്മെൻറ്റിൻ്റെ ടീമിനെ ലീഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ക്രയോജനിക് എൻജിൻ ഡെവലപ്മെൻറ്റിൽ ഇപ്പോൾ ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഒരു ബിഗർ എൻജിൻസ്, നമ്മളുടെ സ്പേസ് എക്സിനെ കോമ്പീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള റാപ്റ്റർ പോലുള്ള ഒരു എൻജിൻ, അതിനേക്കാളും മികച്ചതായ ഒരു എൻജിൻ ഇന്ത്യയിൽ തന്നെ ഡെവലപ്പ് ചെയ്ത് ഇന്ത്യൻ ലോഞ്ച് വെഹിക്കിളിൽ യൂസ് ചെയ്ത് നമ്മളുടെ ഇന്ത്യയുടെ യശസ് ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം.